സോ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഹ്യുണ്ടായി എക്സ്റ്ററിനകത്താണ്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്, നൈറ്റ് എഡിഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. ബോത്ത് പ്രോസ് ആൻഡ് കോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് വീഡിയോ, സ്പെഷ്യൽ താങ്ക്സ് ടു പോപ്പുലർ ഹ്യുണ്ടായി കൊല്ലം ഡീലർഷിപ്പ് ആണ്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ. എനിക്ക് എക്സ്റ്റീരിയർ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട് പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ട്, ബട്ട് ബാക്ക് പ്രൊഫൈൽ എന്തോ ഒരു ലോറി ഇടിച്ച അവസ്ഥയാണ്. ലോറി ഇടിച്ചെന്ന് വെച്ചാൽ ഇത്തിരി കൂടെ മീൻസ് അണ്ടർ 3 മീറ്റർ സെഗ്മെന്റിൽ വരാൻ, അണ്ടർ 4 മീറ്റർ സെഗ്മെന്റിൽ വരാൻ വേണ്ടിയാണ് ആ ഒരു ഡിസൈൻ. കാരണം ഒരു ചെറുതായിട്ട് അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി ബാക്ക് ഡിസൈൻ. ബട്ട് ഫ്രണ്ട് പ്രൊഫൈൽ കൊള്ളാം. നമുക്ക് പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. എച്ച് ഷേപ്പിലെ DRL ആണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയുടെ. അതൊരു സ്റ്റാൻസ് തരുന്നുണ്ട്. ഓവറോൾ റോഡ് പ്രസൻസ് നല്ലതാണ്. പിന്നെ ഒരു കോമ്പാക്ട് സൈസ് ആണ്. പിന്നെ ഈ വണ്ടിക്കകത്ത് സൺറൂഫും പിന്നെ അതേപോലെ തന്നെ റൂഫ് റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ സൺറൂഫ് ആവശ്യമുള്ള ഫീച്ചർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി ആവശ്യമില്ലാത്ത ഫീച്ചറാണ്. ബട്ട് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അത് ഫങ്ഷണൽ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു കാണിക്കാൻ വേണ്ടി ഒരു ഫങ്ഷണൽ അല്ല, യൂസബിൾ അല്ല, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ 15 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആയിരുന്നു വരുന്നത്. ബട്ട് ഇത് നൈറ്റ് എഡീഷൻ ആയതുകൊണ്ട് ബ്ലാക്ക് ഡോട്ട് അലോയ്സ് ആണ് വരുന്നത്. സോ അപ്പം ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിന്റെ കാര്യം. ബാക്കിലാണെങ്കിൽ എച്ച് ഷേപ്പില് ടെയിൽ ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. i10 ന്യൂസ് എടുക്കാൻ പോകുന്നവർക്ക് ഞാൻ ഇത് പോയി എടുക്കാൻ പറയും. കാരണം ഇത്തിരി ലുക്ക് ഉണ്ട്. ഒരു SUV സ്റ്റാൻസ് ഉള്ള ഒരു വാഹനവും കൂടെയാണ് ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ എക്സ്റ്റീരിയർ. അപ്പം ഇത്രയുള്ള എക്സ്റ്റീരിയറിന്റെ കാര്യം. സോ ഇന്റീരിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ i10 ന്യൂസായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം ഡാഷ്ബോർഡ് കൺസോൾ അല്ലെങ്കിൽ ഓവറോൾ കൺസോൾ സെയിം, ബട്ട് അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിജിറ്റൽ കോക്പിറ്റ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതിന്റെ സൈഡ് ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ ആഡ് ഓൺസ് എന്ന് പറയുന്ന സ്റ്റിയറിംഗ് വീലിനകത്ത് AMT വേരിയൻസിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് ഐ തിങ്ക് AMT വെഹിക്കിൾസിനകത്ത് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് അല്ല, എനിക്ക് തോന്നുന്നില്ല AMT വെഹിക്കിൾസിനകത്ത് വേറെ വെഹിക്കിൾസിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നത്. പിന്നെ അല്ലാതെ ഇതൊരു നൈറ്റ് എഡീഷൻ ആയതുകൊണ്ട് റെഡ് ഇൻസേർട്സ് ഒക്കെ സ്റ്റിയറിംഗിനകത്ത് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ചെറിയ റെഡ് ഇൻസേർട്സ് നമ്മൾ ഇതിലൊക്കെ AC വെന്റ്സിന്റെ അവിടെയും നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ അവിടെയും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 5 സ്പീഡ് AMT ആണ് വരുന്നത്. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. സോ ഓവറോൾ ഇന്റീരിയർ കംഫർട്ട് സീംസ് റിയലി ഗുഡ്. കാണാം എനിക്ക് കുഴപ്പമില്ല. നല്ല ബോൾസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. ഒരു ആഡിക്വേറ്റ് ബോൾസ്റ്ററിംഗ് ഉണ്ട്. നല്ല പൊസിഷൻ ഉണ്ട്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുക, എന്റെ ഐ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് ബോണറ്റ് വിസിബിൾ ആണ്. പിന്നെ ബാക്കിലാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും പിന്നെ 3.8 സീറ്റ് ബെൽറ്റ്സും ഒക്കെ വരുന്നുണ്ട് എല്ലാം പാസഞ്ചർ. ബട്ട് ആംറസ്റ്റ് ഇതിനകത്ത് വരുന്നില്ല. പക്ഷെ അത് ഡീൽ ബ്രേക്കർ അല്ല, അത് കോൺസ് ആണ്, അത് ഡീൽ ബ്രേക്കർ അല്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതലും അഡ്വാൻസ് ആയിട്ട് ഒരു ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വെക്കണ്ട. പിന്നെ ഇതിനകത്ത് മിസ് ചെയ്ത ഓട്ടോ ഡിമിങ് IRMs മിസ് ചെയ്തു. ബട്ട് ഈ 12 lakhs ഓൺ റോഡ് റേഞ്ചിൽ കുഴപ്പമില്ല. പിന്നെ ബ്ലൂ ലിങ്ക് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ റീഡിംഗ് ലാംപ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ബട്ട് പ്ലാസ്റ്റിക് ലെവൽ ഈസ് ഓക്കെ. കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് ലെവൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റീരിയർ. നമുക്കിനി എന്തൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. അപ്പം ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഈ വണ്ടിയെ കുറിച്ച് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഓവറോൾ സ്റ്റാൻഡ്സ് ഫ്രണ്ട് പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എച്ച് ഷേപ്പിലെ DRLs അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തത് ഇതിന്റെ റൈഡിംഗ് പൊസിഷൻ അല്ലെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നല്ല റൈഡിംഗ് പൊസിഷൻ ആണ്. ഒരു നല്ലപോലെ കുറച്ചിട്ടാലും എനിക്ക് ബോണറ്റ് വിസിബിൾ ആണ്. എനിക്ക് പേഴ്സണലി ബോണറ്റ് വിസിബിൾ ആണ്. പിന്നെ അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഡിജിറ്റൽ കോക്പിറ്റ് ആണ്. ഈ ഒരു വേരിയന്റിനകത്തും കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് S ഓപ്ഷണൽ അല്ലെങ്കിൽ S വേരിയന്റിൽ തന്നെ ഈ ഡിജിറ്റൽ കോക്പിറ്റ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്. അതിനെ കുറിച്ച് എനിക്കൊരു ഒപ്പീനിയനും ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗിയർ ലിവർ ആണെങ്കിൽ ഒരു മെറ്റൽ ഫിനിഷും നല്ലൊരു പ്രീമിയം ഫിനിഷ് വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സീറ്റ് കംഫർട്ട് ഇസ് ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിന്റെ നമ്മളെ ഡാഷ് ക്യാം ആണ്. ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മളെ ഫേസ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ടും ഫേസ് ചെയ്തുകൊണ്ട് 2 ക്യാമറാസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. സോ പിന്നെ ഉള്ള കാര്യം, പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഈ ഒരു വേരിയന്റിന്. റിയർ വൈപ്പർ, ഡിഫോഗേഴ്സ്, പിന്നെ റിവേഴ്സ് ക്യാമറ, പിന്നെ അതേപോലത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കോൺസ് എന്ന് പറയുന്ന ഇതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണ്. ഇത്തിരി കൂടെ മെച്ചപ്പെടുത്തായിരുന്നു. ഒരു റഫ് ഫിനിഷ് ആണെങ്കിലും ഇത്തിരി കൂടെ കൂട്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഗ്ലോസി ബ്ലാക്ക് ബിറ്റ് അത്രയ്ക്കും വരുന്നില്ല. ബട്ട് ഇവിടെ ചെറിയ ഡിസ്പ്ലേയുടെ അവിടെ AC കൺട്രോൾസിന്റെ ഡിസ്പ്ലേയുടെ അവിടെ ഗ്ലോസി ഫിനിഷ് ആണെങ്കിൽ പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒന്നും കൂടെ PPF ചെയ്യേണ്ടത് നല്ലതാണ്. ഞാൻ എല്ലാ വണ്ടികളിലും പറയുന്ന പോലെ തന്നെ. പിന്നെ അവിടെയും PPF ചെയ്യുന്നത് നല്ലതായിരിക്കും.
പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലും ഇതിനകത്ത് അനോയിങ് ആയിട്ട് തോന്നിയ ഈ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഫ്രണ്ടിൽ, ബട്ട് ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞു, അതെന്തൊരു ലോജിക്കാണെന്ന് എനിക്കറിയാം. ചിലവർ ഫ്രണ്ടിൽ കൊടുത്തിട്ട് ബാക്കിലാണ് കൊടുക്കുന്നത് സാധാരണ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കൊടുക്കാതിരിക്കുന്ന. സോ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ സീറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ അല്ലാതെ വീൽസ് 15 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്, 15 ഇഞ്ചസ് ആണ്. അത് 16 ഇഞ്ചായിട്ട് കൂട്ടായിരുന്നു, ബട്ട് റൈഡ് ഹാൻഡിലിംഗ് ഇത്തിരി കൂടെ റഫാക്കും എനിക്ക് അറിയാവുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ ഓവറോൾ സ്വിച്ച് കൺട്രോൾ സ്വിച്ചിന്റെ മെറ്റീരിയൽസ് ആണ് ഈ പ്രൈസ് പോയിന്റ്, ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ്, ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും. ഇത് ഡീൽ ബ്രേക്കർ ഒന്നും അല്ല, ഒരു നല്ലൊരു വണ്ടിയാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു ഫസ്റ്റ് ടൈം ബയർ എന്നല്ലെങ്കിൽ സെക്കൻഡ് ടൈം, ഇപ്പൊ നിങ്ങൾ ഒരു ഓൾട്ടോ അല്ലെങ്കിൽ 800 നിന്ന് അടുത്തൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ ഏറ്റവും ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, സ്റ്റിയറിംഗ് വീല് ഭയങ്കര ലൈറ്റ് ആണ്. നല്ലപോലെ സിറ്റിയിലിട്ട് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചും കുത്തി കയറ്റിയൊക്കെ ഓട്ടിക്കാൻ കൊള്ളാം. അപ്പം ഹ്യുണ്ടായി ആ കാര്യത്തിലൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ്. നമുക്കിനി കൺക്ലൂഷൻ പറയാം. സോ അപ്പോൾ ഇതൊക്കെയാണ് ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ റിവ്യൂ എന്ന് പറയുന്നത്. പ്രോസ് ആൻഡ് കോൺസും പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഏതെങ്കിലും ഹ്യുണ്ടായി വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. അതന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.